പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ 2025 അവസാനത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നന്നായിട്ട് നന്ദി പറഞ്ഞ് 2025 ഈശോ നമുക്ക് നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടാണ് ഇന്ന് ബലിയർപ്പിച്ചിട്ടുണ്ടാവുക എന്ന് അച്ഛനറിയാം. നമുക്ക് ഈ ഒരു വർഷക്കാലം കർത്താവ് നൽകിയ ചെറുതും എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. അച്ഛനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തോരം സ്ഥലങ്ങളിൽ മിനിസ്റ്റർ ശുശ്രൂഷയ്ക്കായിട്ട് പോയി, എന്തോരം പേരെ കണ്ടു, പ്രാർത്ഥിച്ചു, ദൈവ ഇടപെടലുകൾ നടത്തി. അതുപോലെ തന്നെ ഈ ഇടവകയിൽ അച്ഛനൊരു ഇടവകയുടെ ചാർജ് ഉണ്ട്. ഞങ്ങളുടെ ഒരു ഇടവകയിലേക്ക് ഈ വർഷം 2025 വരാൻ പറ്റി. അങ്ങനെ നോക്കുമ്പോൾ എത്ര ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി. ഈശോയുടെ സ്നേഹം ബലഹീനനെങ്കിലും പകർന്നു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ 2025 എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ കുറവുകളെക്കുറിച്ച് ഒരാത്മശോധനയും പരിചിന്തനവും നടത്തോടൊപ്പം തന്നെ ദൈവം നമ്മളിലൂടെ ചൊരിഞ്ഞിട്ടുള്ള വൻ കൃപകളെ ഓർത്ത് ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയുക കൂടി ആവശ്യമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ തവണ നമ്മുടെ ആ ഷോർട്സൊക്കെ ഞാൻ ഓർക്കുകയാണ്. ലിജോനാണ് അങ്ങനെ ഒരു പ്രേരണ അച്ഛനെ നൽകിയത്. ഷോർട്സ് ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനുവേണ്ടി ലിജോനൊക്കെ ലിജോ അവിടെ ചിറക്കൽ ഇടവകയിൽ ഇന്ന് തിരുപ്പട്ടം നടക്കുകയാണ് അവിടെ അച്ഛൻ്റെ. അപ്പോൾ അതിൻ്റെ കൺവീനറും കാര്യങ്ങളൊക്കെ ലിജോനാണ് ചെയ്യേണ്ടത്, വികാരിച്ചനോട് ചേർന്ന് നിന്ന്. പക്ഷേ ഈ തിരക്കുകളുടെ ഇടയിലും ലിജോനാണ് ഷോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ സൈജ് ചെയ്യുന്ന, നമ്മുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സൈജ് ചെയ്യുന്ന ശുശ്രൂഷ എത്ര തന്നെ പറഞ്ഞാലും അല്ലേ, ഇതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. സോഷ്യൽ മീഡിയയിൽ കുറേ ടോക്കുകൾ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും എത്ര പേര് അതിൻ്റെ പുറകിൽ, ഒരു പക്ഷേ ടോക്ക് പറയുന്ന അച്ഛനെയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ ആയിരിക്കാം ജനം കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ രാത്രികൾ പകലാക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഇവിടെ ഈ ഒരു വർഷക്കാലം കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വ്യക്തിപരമായിട്ടൊരു ജപമാലയ്ക്ക് ചെല്ലി അങ്ങോട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ചേക്കണം. അതൊക്കെ കൃപയാക്കിയിട്ട് കർത്താവ് മാറ്റും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അവസാനത്തെ ദിവസം സഭയുടെ ദൃശ്യതലവനായ നമ്മുടെ ലിയോ പാപ്പയുടെ ഒരു കോട്ടാണ്. പിതാവ് ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ്. പിതാവ് കുറേ ചിന്തകൾ, അക്കരമായ ബോധ്യങ്ങളാണ് പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള ജനനമാണ് രക്തസാക്ഷിത്വം. നമുക്കറിയാം, ഒരു വ്യക്തി ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ പ്രതി വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്നതിന് അല്ല പറയുന്ന പേരാണ് ശരി രക്തസാക്ഷിത്വം. അപ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള ജനനമാണ് എന്ന് പറയുമ്പോൾ അത് രക്തം ചിന്തിയിട്ടുള്ള രക്തസാക്ഷിത്വം മാത്രമല്ല, ചില വ്യക്തികൾ ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് ജീവിച്ചുകൊണ്ട് രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വം. ശരിക്കും ഒരു കാലഘട്ടത്തിൽ എത്രയോ പേര്, അമ്മമാർ, വീട്ടിൽ അമ്മമാർ, അപ്പച്ചന്മാർ, പങ്കാളികൾ, മക്കൾ, സമർപ്പിതര്, വൈദികരുടെയൊക്കെ ജീവിതത്തിൽ എത്ര പേര് ശരിക്കും രക്തം ചിന്തനൊന്നുമില്ല, പക്ഷേ രക്തം ചിന്താതെയുള്ള ഒരു രക്തസാക്ഷിത്വം കൂടിയുണ്ട്. അത് സ്വർഗത്തിലേക്കുള്ള ജനനമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു കോട്ട് കർത്താവ് നമുക്ക് തരുമ്പോൾ, പരിശുദ്ധ പിതാവിനോട് നൽകുമ്പോൾ, ദൈവമേ ഞങ്ങൾക്ക് ഒരു രക്തം ചിന്തിയിട്ടല്ല, രക്തം ചിന്താതെ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടുള്ള കൃപ. അത് ഒരുപക്ഷെ രക്തസാക്ഷിത്വത്തെക്കാളും ഭയാനകമാണ്. രക്തം ചിന്താതെ രക്തസാക്ഷിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൃപ നമുക്ക് ഈശോ നൽകട്ടെ. ഇന്ന് പാതിര കുർബാനയിലൊക്കെ പറ്റുവാണെങ്കിൽ പങ്കെടുക്കണം കേട്ടോ. നാളെ നിർബന്ധമായിട്ട് 1-ാം തീയതി ബലിയർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുക. ഈശോ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.